ജഗത്തിന് താരകാസുരൻ എന്ന് പറയുന്ന വലിയ ഒരു അസുരനെ ഇല്ലാതാക്കാൻ അങ്ങനെ ഷൺമുഖന്റെ ജനനവും ഉണ്ടായി. ഈ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ 10 മഹാവിദ്യകള് വന്നു ചേർന്നു. അപ്പൊ ശ്രീ പാർവതി ദേവി തന്റെ പിതാവായ ഹിമവാനും ഈ പറഞ്ഞ ദേവി പുരാണത്തിൽ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ ശിവനോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് തന്റെ അച്ഛനായിരിക്കുന്ന ഹിമവാന് ദേവി കൊടുത്തത്? ഈ ദശമഹാവിദ്യകളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഹിമവാൻ, അതായത് പാർവതി ദേവി പിതാവായിരിക്കുന്ന ഹിമവാന് തന്റെ സ്വരൂപം ഉപദേശിച്ച് നൽകുന്ന ഭഗവതി ഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. അഥവാ പാർവതി ഗീത എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിൽ ദശമഹാവിദ്യകളെ കുറിച്ച് ദേവി തന്റെ സ്വന്തം അച്ഛനായിരിക്കുന്ന ഹിമവാന് പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം എന്താണ്? പിതാവെ, മുക്തി നൽകുന്ന അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ ആരാണ് കുഞ്ഞെ, നീ ആരാണ്? നീ എന്റെ മകളായിട്ട് വന്നെങ്കിലും നീ ജഗദംബികയാണെന്ന് എനിക്കറിയാം. നീ എനിക്കും മുക്തി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരുമെന്ന് സ്വന്തം അച്ഛനായിരിക്കുന്ന ഹിമവാൻ പാർവതി ദേവിയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് ദേവി, പിതാവെ, മുക്തി നൽകുന്ന വിദ്യയുടെ സ്വരൂപം ഞാൻ സംക്ഷേപിച്ച് പറഞ്ഞു തരാം. ബുദ്ധി, പ്രാണൻ, മനസ്സ്, ദേഹം, അഹങ്കാരം, ഇന്ദ്രിയങ്ങളെ ഇവയിൽ നിന്ന് വ്യതിരിക്തമായ ശുദ്ധവും അദ്വിതീയമായിരിക്കുന്ന ചിത് സ്വരൂപിയാണ് ആത്മാവായിരിക്കുന്ന ഞാൻ. നമ്മുടെ ഉള്ളിലിരിക്കുന്നതെല്ലാം ആത്മാവ് എന്താണ്? നമ്മള് ബുദ്ധിയാണ്, പ്രാണൻ, മനസ്സ്, ദേഹം, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ ഒന്നും ഞാനല്ല. അപ്പൊ ഇത് വ്യതിരിക്തം, പൂർണ്ണമായിട്ട് ടോട്ടലി ഡിഫറെന്റ് എന്നർത്ഥം ഇരിക്കുന്ന ശുദ്ധവും അദ്വിതീയവുമായിട്ടുള്ള ചിത് സ്വരൂപമാണ് ഞാൻ എന്ന് പറയുന്ന ആത്മാവ്. എന്നാൽ അത് പൂർണ്ണമാണ്, നിശ്ചിതമാണ്. ഏത് ജ്ഞാനത്തിലാണോ ആ ആത്മസ്വരൂപത്തിന്റെ സമ്യക്കായിരിക്കുന്ന അവബോധം ലഭിക്കുന്നത് അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നിനും എനിക്ക് വിദ്യ എന്ന് പറയാൻ പറ്റും. ബാക്കിയെല്ലാം എന്താ പറയാ? ആ അപരാവിദ്യ. എന്നെ അറിയുന്നത്, ഈ ശരീരത്തിൽ ആത്മാവിന്റെ രൂപത്തിലിരിക്കുന്ന എന്നെ അറിയുന്നതാണ് വിദ്യ. ഇതാണ് ധ്യാനം. ഹേ ദേവി, നിന്തിരുവടിയെ ആശ്രയിക്കാത്തവർക്ക് മുക്തിയില്ലെങ്കിൽ എപ്രകാരമാണ് ഭഗവതിയെ ആശ്രയിക്കേണ്ടെന്ന് അച്ഛനായിരിക്കുന്ന ഹിമവാൻ ചോദിക്കുകയാണ് കൃപയോടെ. ഇപ്പൊ മകളായിട്ടല്ല കാണുന്നത്, അല്ലെ? സംസാര ബന്ധു ഹേതുവായിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന പരാശക്തിയായിരിക്കുന്ന തന്റെ മകളോട് അച്ഛൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മയെ ആശ്രയിച്ചില്ലെങ്കിൽ മുക്തിയില്ല എന്ന് പറയാൻ കാരണം? എങ്ങനെയാണ് അമ്മയെ ആശ്രയിക്കേണ്ടത്? കൃപയോടെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയണം. ഈ കുറച്ചു പേരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ വന്നവർക്ക് ദേഹബന്ധ വിമുക്തിക്ക് ഇച്ഛിക്കുന്ന മുമുക്ഷുക്കൾ ഉണ്ടാവാം, അല്ലെ? അവർക്ക് നിൻ തിരുവടിയുടെ ഏത് രൂപമാണ് ധ്യാനിക്കേണ്ടത്, എപ്രകാരമുള്ള ഭക്തിയാണ് വേണ്ടത് എന്ന് ചോദിക്കണം. ദേവി പറയാണ്, ആയിരക്കണക്കിന് മനുഷ്യരില് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ സിദ്ധിക്കായിട്ട് പ്രയത്നിക്കുന്നത്. എത്രയോ ആളുകള് ഈ പറയുന്ന പ്രപഞ്ചത്തില് ജഗത്തിൽ വരണു. അവരില് വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് ഈ മുമുക്ഷുത്വം ഉണ്ടാവുക. അപ്പൊ അവരില് 1000-ൽ-1 ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നെ അറിയുന്നു. മുമുക്ഷുക്കൾക്ക് ദേഹബന്ധ വിമുക്തിക്കായിട്ട് ഞാൻ എൻ്റെ നിഷ്കലവും സൂക്ഷ്മവുമായിരിക്കുന്ന, വാക്കിനതീതമായിരിക്കുന്ന, നിർമ്മലവും നിർഗുണവും പരമജ്യോതിസ്വരൂപവും സർവവ്യാപിത്വവും സകലതിനെയും ഏക കാരണം നിർവികൽപ്പവുമായിരിക്കുന്ന, നിരാലംബവുമായിരിക്കുന്ന സച്ചിദാനന്ദ വിഗ്രഹമായ എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കണം. ആത്മവിദ്യ, പരാവിദ്യ, ശ്രീവിദ്യ, അല്ലെ? അപ്പൊ എന്താ? എൻ്റെ ആത്മസ്വരൂപം എങ്ങനെ ഇരിക്കുന്നു? അത് സൂക്ഷ്മമാണ്, വാക്കിനതീതമാണ്, നിർഗുണമാണ്, പരമജ്യോതിസാണ്, സർവവ്യാപകമാണ്. എന്നാൽ അത് ഏക കാരണമാണ്, നിർവികൽപ്പമാണ്, നിരാലംബമാണ്. ഇത് തന്നെയല്ലേ ലളിതാ സഹസ്രനാമം പറയുന്നത്? നിരാലംബ, നിഷ്കള, അല്ലെ? നിർലേപ, നിർമ്മല, എത്ര വാക്കുകളാണ് ദേവിയുടെ ഈ സ്വരൂപത്തെ ലളിതാ സഹസ്രനാമം പറയുന്നത്. അപ്പൊ ലളിതാ സഹസ്രനാമത്തിലൂടെ, ആ മഹാവിദ്യയിലൂടെ നമ്മൾ എന്താ ചോദിക്കുന്നത്? അമ്മ സർവ മുക്തി തരൂ. ആ മുക്തിക്കായിട്ട് അമ്മയുടെ ഈ രൂപത്തെ തന്നെ ഭജിക്കണം, ഈ സ്വരൂപത്തെ ധ്യാനിക്കണം എന്ന് ദേവി പറയാണ്. ഞാൻ മതിമാന്മാർക്ക്, അതായത് ബുദ്ധിയുള്ളവർക്ക് സുമതിയും, ഭൂമിക്ക് പുണ്യഗന്ധവും, ജലത്തിന് രസവും, ചന്ദ്രന് പ്രഭയുമാകുന്നു. ഇതെല്ലാം ഞാനാണ്. അത് പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയുടെ സ്വരൂപമാണ്, സ്വരൂപ വർണ്ണനയാണ് ഇതെല്ലാം. അവിടെ എന്താ? ഭൂമിക്ക് ഗന്ധം, ജലത്തിന് രസം, ചന്ദ്രന് പ്രഭ, അല്ലെ? തപസ്വിമാരുടെ തപസ്, സൂര്യന്റെ തേജസ്, ബലവാന്മാരിലെ ആ കാമരാഗാതിരഹിതമായിരിക്കുന്ന ബലം ഞാനാണ്. ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്? ഓരോന്നിലും, അല്ലെ? ആ യജ്ഞത്തില് ഞാൻ ജപയജ്ഞമാണ് ഞാൻ,
ഇങ്ങനെ ഓരോന്നിലും ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞപ്പോ വിഷ്ണുവും ദേവിയും രണ്ടാണ്. നമ്മൾ ചിന്തിക്കണം ഇത്. കാരണം ഈ കാണപ്പെടുന്നത് എല്ലാത്തിന്റെയും ശക്തി ഞാനാണ്. സമസ്ത കർമ്മങ്ങളിലും വെച്ച് പുണ്യാത്മക കർമ്മവും, ഛന്ദസ്സുകളിലെ ഗായത്രിയും, ബീജങ്ങളിലെ പ്രണവവും, സർവഭൂതങ്ങളിലെ ധർമാനുകൂല കാമവും ഞാനാണ്. ഇതേ പ്രകാരം സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഭാവങ്ങളിൽ എല്ലാം തന്നെ എന്നിൽ നിന്ന് ഉൽപ്പന്നമായതാണ്. എന്റെ അധീനതയിൽ വർത്തിക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ അവയ്ക്ക് അധീനയല്ല. എന്റെ മായാമോഹിതമായിരിക്കുന്ന ലോകർ ഈ സർവവ്യാപിയും അദ്വൈതവും പരമവുമായും നിർവികാരവുമായിരിക്കുന്ന രൂപത്തെ അറിയുന്നില്ല. എന്നെ അവര് നാമരൂപങ്ങളിലാണ് കാണുന്നത്. ഭക്തിപൂർവം എന്റെ ഉപാസന ചെയ്യുന്നവര് ഈ മായയെ ജയിക്കുന്നു. ഋഗ്വേദം തുടങ്ങിയ ശ്രുതികളും എന്റെ പരമൈശ്വര്യത്തെ അറിയുന്നില്ല. അതുകൊണ്ടാണ് അതിനെയൊക്കെ അപരാവിദ്യ എന്ന് പറയുന്നത്. സൃഷ്ടിക്കായിട്ട് സ്വേച്ഛയാൽ ഞാൻ സ്ത്രീയെന്നും പുരുഷനെന്നും രണ്ട് രൂപം. വളരെ പ്രധാനമാണ് ഇത്. ഞാൻ തന്നെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള രണ്ട് രൂപം കൈക്കൊള്ളുന്നത്. അപ്പൊ ശിവൻ പ്രധാന പുരുഷനും ശിവ പരമമായിരിക്കുന്ന ശക്തിയുമാണ്. തത്വദർശികളായിരിക്കുന്ന യോഗിമാര് ശിവശക്തിയാത്മകമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെ പരമാത്മ തത്വം എന്ന് വിളിക്കുന്നു. ഞാൻ ബ്രഹ്മാവിന്റെ രൂപത്തില് ചരാചര ജഗത്തിന്റെ സൃഷ്ടി നടത്തുന്നു. പരമപുരുഷനായിരിക്കുന്ന വിഷ്ണുവായിട്ട് സമ്പൂർണ്ണ വിശ്വത്തിന്റെ സംരക്ഷണം നടത്തുന്നു. ഒടുവിൽ എന്റെ ഇച്ഛയാൽ മഹാരുദ്ര രൂപത്തില് സംഹാരവും നടത്തുന്നു. ബ്രഹ്മ വിഷ്ണു ശിവാത്മികായേ നമ, ശ്രീ ലളിതാംബികായേ നമ. അല്ലെ, രാമൻ തുടങ്ങിയ നാനാ അവതാരങ്ങൾ എടുത്ത് ദാനവരെ വധിച്ച് ജഗത് പാലനം ചെയ്യുന്നു. അല്ലയോ പിതാവേ, എന്റെ ശക്തിയാത്മക സ്വരൂപമാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം പുരുഷൻ ശക്തി കൂടാതെ യാതൊന്നും ചെയ്യാൻ സമർത്ഥനല്ല. അല്ലയോ ഭഗവാനെ, എന്റെ അച്ഛനെ വിളിക്കുകയാണ്. എന്റെ കാളി മുതലായിട്ടുള്ള രൂപങ്ങള് സ്ഥൂല രൂപങ്ങളാണെന്ന് അറിയണം. സൂക്ഷ്മ രൂപത്തെ കുറിച്ച് ഞാൻ മുൻപ് അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്. സ്ഥൂല രൂപത്തെ കുറിച്ച് ഗ്രഹിക്കാത്ത എന്റെ സൂക്ഷ്മ രൂപത്തെ കുറിച്ച് മോക്ഷപ്രദായകമായിരിക്കുന്ന ബോധം ഉണരുകയില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ആദ്യമായിട്ട് സ്ഥൂല രൂപത്തെ തന്നെ അറിയണം. എന്നാലേ ആ പ്രദായകമായിരിക്കുന്ന ആ ഒരു സൂക്ഷ്മ രൂപത്തെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മുമുക്ഷുക്കൾ ആദ്യം എന്റെ സ്ഥൂല രൂപത്തെ ആശ്രയിക്കണം. ലളിതാ ത്രിപുര സുന്ദരി, കാളി, ചിന്നമസ്ത ഇവരുടെ സ്ഥൂല രൂപത്തെ തന്നെ ആദ്യം ആശ്രയിക്കണം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് സൂക്ഷ്മത്തില് ഒരു ദീപമായിട്ടോ പ്രകാശമായിട്ടോ ചിന്തിക്കാൻ സാധാരണ ശരീരബോധമുള്ള ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അമ്മ തന്നെ പറയുകയാണ്, എന്താണ്? എന്റെ സ്ഥൂല രൂപം നിങ്ങൾക്ക് മോക്ഷപ്രദായകമാണ്. ആദ്യം നിങ്ങൾ എന്താ വേണ്ടേ? അതിനെ ആശ്രയിക്കൂ. ക്രിയായോഗം അനുഷ്ഠിച്ച് വിധിപ്രകാരം എന്റെ സ്ഥൂല രൂപത്തെ ഉപാസിക്കുന്നവര് ഒടുവില് ശാശ്വതമായിരിക്കുന്ന പരമസൂക്ഷ്മ രൂപത്തെ ദർശിക്കുന്നതാണ്. ഞാൻ അവർക്ക് സൂക്ഷ്മ രൂപ ദർശനം കൊടുക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പൊ ഈ ദേവിയുടെ ഈ വചനങ്ങള് എന്ന് പറയുന്നതാണ് നമുക്ക് എന്താ പറയാ, ആ ഉപാസന ബലം തരുന്നത്. അല്ലെ, അമ്മ പറയണു എന്റെ ബാഹ്യ പഞ്ചബ്രഹ്മാസന സ്ഥിതായേ നമ. അമ്മ അങ്ങനെ തന്നെ കാണാം. ആ കണ്ട് 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 അവസാനം ദേവി തന്നെ സൂക്ഷ്മ രൂപത്തെ പ്രകാശിപ്പിക്കും. ഇത് കേട്ടിട്ട് ഹിമവാൻ ചോദിക്കുകയാണ്, ഹേ മഹേശ്വരി, അവിടുത്തെ സ്ഥൂല രൂപം അനേക പ്രകാരമുണ്ട്. അവയിൽ ഏത് രൂപത്തെ ആശ്രയിച്ചാലാണ് മനുഷ്യന് അതിവേഗം മുക്തി കിട്ടുന്നത്? അവിടുന്ന് എന്നിൽ കരുണയോടുകൂടിയവളാണെങ്കിൽ അതെനിക്ക് പറഞ്ഞു തന്നാലും. അല്ലയോ ഭക്തവത്സലെ, ഞാൻ അവിടുത്തെ ദാസനാണ്. ഇപ്പൊ എന്നെ അച്ഛനായിട്ടൊന്നും കാണണ്ട, ഞാൻ ദാസനാണ്. എനിക്ക് ഈ സംസാരത്തിൽ നിന്ന്, ഈ സംസാര ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചാലും. ഹിമവാൻ അത്ര ഉയർന്ന ഒരാളാണ്, അല്ലെ? പാർവതി ദേവിയെ മകളായിട്ട് പുത്രിയായിട്ട് കിട്ടിയ അദ്ദേഹം ചോദിക്കുകയാണ്. ഹിമവാന്റെ ചോദ്യം കേട്ട് ദേവി പറഞ്ഞു, അല്ലയോ രാജൻ, എന്റെ സ്ഥൂല രൂപങ്ങളില് ഈ വിശ്വമെല്ലാം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ കാണപ്പെടുന്ന നാമരൂപം എന്ന് പറയുന്ന ഈ വിശ്വാത്മികയായിട്ടിരിക്കുന്ന ദേവി എന്റെ വിശ്വരൂപം, അതായത് എന്റെ സ്ഥൂല രൂപമാണ്. എങ്കിലും ശീഘ്രമുക്തി പ്രദാനം ചെയ്യുന്ന എന്റെ ദേവി മൂർത്തി സ്വരൂപം മുഖ്യമായിട്ടും ആരാധിക്കപ്പെടേണ്ടതാണ്. ആ ദേവി മൂർത്തിയാണ് മുക്തിദായിനിയായിട്ടിരിക്കുന്ന മഹാവിദ്യ എന്നുള്ള നാമത്തില് നാനാരൂപം ധരിച്ചിരിക്കുന്ന ദശമഹാവിദ്യകള്. അപ്പൊ ആ മഹാവിദ്യകളുടെ സ്വരൂപങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. മഹാകാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ബഗളാമുഖി, ചിന്നമസ്ത, മഹാത്രിപുര സുന്ദരി, ധൂമാവതി, മാതങ്കി എന്നീ മഹാവിദ്യാരൂപങ്ങള് അവർക്ക് മാനവർക്ക് മനുഷ്യർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ഈ ദശമഹാവിദ്യാ സ്വരൂപങ്ങളെ പരമഭക്തിയോട് ആശ്രയിക്കുന്നവർക്ക് മോക്ഷം പ്രാപിക്കുന്നതാണ്.
അസാമാന്യ ശക്തി വിശേഷങ്ങളോട് കൂടിയ ഈ ദശമഹാവിദ്യ സ്വരൂപങ്ങളില് ഏതെങ്കിലും ഒരെണ്ണം മനസ്സും ബുദ്ധിയും അർപ്പിച്ച് ക്രിയായോഗം കൊണ്ട് എന്നെ പ്രാർത്ഥിച്ചാൽ, ഉപാസിച്ചാൽ നിശ്ചയമായിട്ടും എന്നെ അറിയുന്നതാണ്. ക്രിയായോഗം എന്ന് പറഞ്ഞാൽ എന്താ? കൗളമാർഗം, ക്രിയകൾ ചെയ്തുകൊണ്ട്, പൂജകൾ ചെയ്തുകൊണ്ട്, നവാവരണം തുടങ്ങി പഞ്ച ഉപചാരം തുടങ്ങി ആ ഒരു ഷോഡശ ഉപചാരം, ചതുഷ്ഷഷ്ടി ഉപചാരം എല്ലാം ദേവി പൂജയില് വളരെ പ്രധാനമാണ്. ഇതാണ് ക്രിയ. അപ്പൊ ക്രിയകൾ കഴിഞ്ഞിട്ട് തന്റെ ആത്മാവായിട്ട് അമ്മയെ ഉപാസിച്ചുകൊണ്ട്, തന്റെ ആത്മശക്തി, തന്റെ കുണ്ടലിനി ശക്തിയായിട്ട് തന്റെ ഉള്ളിൽ തന്നെ അമ്മയെ ഉപാസിച്ചാല് എന്താണ്? അവർക്ക് അതോടുകൂടി എന്താ ഈ പറയുന്ന ജന്മം എന്ന് പറയുന്ന ദുഃഖത്തിൽ നിന്ന് ഞാൻ അവരെ മുക്തരാക്കും. അങ്ങനെ എന്താ പറയാ, അതോടുകൂടി മഹാത്മാക്കൾ അനിത്യവും ദുഃഖത്തിന്റെ ആലയവുമായിരിക്കുന്ന പുനർജന്മ പീഡകൾക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പൊ അനന്യ ചേതസ്സോടുകൂടി നിത്യവും എന്നെ സ്മരിക്കുന്ന ഭക്തിയുക്തരായിരിക്കുന്ന യോഗികൾക്ക് ഞാൻ മുക്തിദായിനിയാണ്. ഭക്തിപൂർവം എന്റെ നാമം സ്മരിച്ച് പ്രാണൻ ത്യജിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ഭക്തിപൂർവം നിത്യവും എന്നെ ഭജിക്കുന്നവർക്ക് ഞാൻ മോക്ഷം പ്രദാനം ചെയ്യുന്നു. അനായാസേന മുക്തി നൽകുന്നതാണ് എന്റെ ശക്തിയാത്മകമായിരിക്കുന്ന ഈ 10 രൂപങ്ങളും. അതിലങ്ങ് ആ രൂപത്തെ ആശ്രയിച്ച്, അതായത് അതിലൂടെ ഏതെങ്കിലും ഒരു രൂപത്തെ അങ്ങേക്ക് ആശ്രയിക്കാം. അതിലൂടെ മോക്ഷവും സിദ്ധിയും യാതൊരുവനാണോ ശ്രദ്ധയോടെ അന്യദേവത യജനം ചെയ്യുന്നുവോ അവൻ പ്രാകാരാന്തരത്തിൽ എന്റെ ഉപാസനയാണ് ചെയ്യുന്നത്. അതിൽ സംശയമില്ല. എന്താണ്? വേറെ ഏത് രൂപത്തെ ഈ ഭൂമിയിൽ ഉപാസിച്ചാലും പൂജ ചെയ്താലും അവൻ എന്താ? എന്നെ തന്നെയാണ്. അതെല്ലാം വന്നു ചേരുന്നത് എന്നിലാണ്. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഇവിടെ ചെയ്യുന്ന എല്ലാ നമസ്കാരങ്ങളും, കാരണം ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. കാരണം അതിൽ സംശയിക്കേണ്ടെന്നാ പറയുന്നത്. എന്റെ ഉപാസന തന്നെയാണ് അവർ അനേക ജന്മങ്ങളിൽ ചെയ്തു വന്നിരിക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല. സർവയജ്ഞങ്ങളുടെയും ഫലം പ്രദാനം ചെയ്യുന്നവളാണ് ഞാൻ. സർവവ്യാപിനിയാണ്. എങ്കിലും അവർ അന്യദേവത യജന തൽപരരായിട്ട് വർത്തിക്കുന്നു. എന്താ ചെയ്യണത്? അവർക്ക് മുക്തി അത്യന്തം ദുർലഭമാണ്. അപ്പൊ ഈ വിദ്യ കിട്ടിയിട്ട് അന്യദേവതകളെ ഉപാസിക്കുന്നവർക്ക് മുക്തി കിട്ടില്ല. ദേവി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് മുക്തി കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ദേവി പറയുന്നത്. അതിനാല് ദേഹബന്ധനത്തിൽ നിന്നുള്ള മുക്തിക്കായി അങ്ങ് മനസ്സിനെ നിയന്ത്രിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കണം. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എന്താ പറയണ്ടത്? എന്നെ തന്നെ, വേറെ ഒരു ദേവതയും ശരണം പ്രാപിക്കരുതെന്നല്ലേ എന്റെ അർത്ഥം. കാരണം എന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അന്യദേവതാ ഭജനം ചെയ്യുന്നത്. അവിടെ അന്യമന്ത്ര യജന ദോഷം സംഭവിക്കും. ശ്രീവിദ്യ മന്ത്രമുള്ള ഒരാള് അന്യദേവതകളുടെ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ അമ്മയിൽ നിന്ന് മുക്തി കിട്ടില്ല. ഒരു പരമ്പരയുടെ എന്താ പറയാ മന്ത്രം കൊടുക്കാൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ളതിൽ ഉറപ്പായിട്ട് എനിക്കിത് നിങ്ങളോട് പറയാൻ പറ്റും. കാരണം എന്താ? വേറെ മന്ത്രങ്ങൾ, വേറെ ദേവതകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇതിന് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഒരു കാലവും ഗുരുപരമ്പരയുടെ അനുഗ്രഹമോ മുക്തിയോ കിട്ടില്ല. ദേവി പറയുന്ന അവർക്ക് മുക്തി അത്യന്തം ദുർലഭമാണെന്നാ പറയുന്നത്. അതിനാൽ ദേഹബന്ധനത്തിൽ നിന്നുള്ള മുക്തിക്കായിട്ട് അങ്ങ് മനസ്സിനെ നിയന്ത്രിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. അതിലൂടെ അങ്ങ് എന്നിൽ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. അങ്ങ് എന്ത് ചെയ്യുമ്പോഴും, കഴിക്കുമ്പോഴും, ഹവനം ചെയ്യുമ്പോഴും, ദാനം ചെയ്യുമ്പോഴും അവയെല്ലാം എന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങ് കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാവുന്നതാണ്. സർവം ലളിതാർപ്പണമസ്തു. ഓരോന്ന് ചെയ്യുമ്പോഴും അമ്മയ്ക്കായിട്ട് കൊടുക്കുക അല്ലെ? ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ ലളിതാർപ്പണമസ്തു. അത് ലളിതാദേവിയാണ് സ്വീകരിക്കുന്നത്. ഞാൻ കൊടുക്കുന്നു, ഞാനല്ല കൊടുക്കുന്നത്, എൻ്റെ ഉള്ളിൽ അമ്മയാണ് കൊടുക്കുന്നത്. ഈ ഒരു ഭാവത്തോടെ ചെയ്യൂ. അപ്പൊ സദ്ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. എനിക്ക് പ്രിയരായിട്ടും അപ്രിയരായിട്ടും ആരുമില്ല. അത്യന്തം ദുരാചാരിയായിരിക്കുന്ന മനുഷ്യൻ പോലും അനന്യ ചേതസ്സോടുകൂടി എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവന് പാപമുക്തി കിട്ടും. അവന് അത് ലഭിക്കുകയും ചെയ്യും. ഭവബന്ധനത്തിൽ നിന്ന് മോചനാവുകയും ചെയ്യും. അവൻ ശീഘ്രം തന്നെ ധർമാത്മാവായിട്ട് ഈ സാവധാനം സംസാര സാഗരം തരണം ചെയ്യുകയും ചെയ്യും. അപ്പോ എന്താണ്? എന്നിലെ ഭക്തിയുള്ളവർക്ക് മുക്തി സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. ആ മഹാമതേ, അച്ഛനെ വിളിക്കുകയാണ്. അതിനാൽ അങ്ങ് പരാഭക്തിയുക്തനായിട്ട് എന്നെ ആരാധിക്കുക. ഞാൻ അങ്ങയെ ജന്മസാഗരത്തിൽ നിന്ന് മറുകരയിൽ എത്തിക്കുന്നതാണ്. എന്നിൽ ഉറച്ച മനസ്സോടുകൂടിയവനും എന്നെ യജിക്കുന്നവനും എന്നെ നമസ്കരിക്കുന്നവനും എന്നിൽ തൽപരനുമായി തീരുക. അപ്രകാരം ചെയ്യുന്നതിലൂടെ അങ്ങ് എന്നിൽ തന്നെ വന്നു ചേരും. സംസാര ദുഃഖം അങ്ങയെ ബാധിക്കില്ല.
അപ്പോ ഒരിക്കലും സംസാര ദുഃഖത്താൽ അങ്ങക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. കാരണം ദേവിയുടെ സ്ഥൂല രൂപങ്ങളെ ഉപാസിക്കുന്നവര് എന്താ അവർക്ക് കിട്ടുന്നത്? ചിത്തശുദ്ധി കൈവരിക്കും. ഒടുവില് പരബ്രഹ്മാത്മികയായിട്ടിരിക്കുന്ന ദേവിയെ അറിഞ്ഞ് മുക്തരാകുമെന്നാണ് ഈ പാർവതി ഗീതയില് വളരെ വ്യക്തമായിട്ട് ദേവി ഹിമവാനോട് പറയുന്നത്. ഇനി എന്താണ്? ദേവി പുരാണത്തിലെ കാമാഖ്യ മഹിമ എന്നുള്ള ഒരു 77-ാം അധ്യായത്തിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ, അതായത് ഈ 10 മഹാവിദ്യകള് ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കാമാഖ്യ. അപ്പൊ അതിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. കാരണം ഈ 10 പേരെയും ഒരുമിച്ച് കാണണമെങ്കിൽ നമ്മൾ എവിടെ പോണം? അപ്പൊ അതിനെയാണ് കാമാഖ്യ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വരുന്നത്. അത് നമ്മുടെ ഭാരതത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചുകൂടെ ഒന്ന് അറിയാം. ദേവി പുരാണത്തിലെ കാമാഖ്യ മഹിമ എന്ന് പറയുന്ന 77-ാം അധ്യായത്തില് കാമാഖ്യ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദശമഹാവിദ്യകളെ കുറിച്ച് പറയുന്നുണ്ട്. ആസാമിലെ ഗോഹട്ടിക്ക് സമീപമുള്ള കാമാഖ്യ ക്ഷേത്രം, അതായത് കാമരൂപ മഹാക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ശക്തിപീഠങ്ങളിൽ മുഖ്യമായിരിക്കുന്ന കാമാഖ്യ പീഠം പരാശക്തിയുടെ അമോഘ ശക്തി നിറഞ്ഞ ദിവ്യസ്ഥാനമാണ്. കാമരൂപസ്യ തീർത്ഥസ്യ യത്രസ്യ സാക്ഷാത് സ്വയം ശിവ പ്രത്യക്ഷ ഫലദാമർത്തേ സ്ഥാനം നാസ്തി തതോ ദികം. ദേവി പുരാണത്തിൽ പറയുന്നതാണ്, കാമരൂപ തീർത്ഥത്തിൽ ദേവി മനുഷ്യർക്ക് പ്രത്യക്ഷ ഫലദായിനിയായിട്ട് വാഴുന്നു. ഇതിലും ശ്രേഷ്ഠമായിട്ട് മറ്റൊരു സ്ഥാനമില്ല ഭൂമിയില്. ഗന്ധർവ സഹിതനായിട്ട് ദേവഗണങ്ങളും ബ്രഹ്മാദി ദേവതകൾ പോലും എല്ലാവരും ഇവിടെ വന്ന് ദേവിയെ ഭക്തിപൂർവം പൂജിക്കണു. ഇവിടെ ദേവി യോനി സ്വരൂപമായിട്ട് ലോകഹിതത്തിനായിട്ട് തന്റെ ലീലയാൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പൊ കാമരൂപ മഹാക്ഷേത്രത്തില്, കാമാഖ്യ ക്ഷേത്രത്തിലെ ദശമഹാവിദ്യകളുടെ അധിഷ്ഠാത്രിയായിട്ട് വാഴുന്ന മഹേശ്വരിയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ദേവി ഇരിക്കുന്നത്. ഇത് നാരദ മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് മഹാദേവൻ പറയുകയാണ്. കാരണം മഹാദേവനോട് നാരദ മഹർഷി ചോദിക്കുന്നു, എന്താണ് ഭൂമിയിൽ ഈ കാമാഖ്യ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം? അപ്പൊ സാധകരുടെ ഹിതത്തിനായിട്ട് ജപ പൂജാദികൾക്ക് പോലും ഫലം പ്രദാനം ചെയ്യുന്ന ദശമഹാവിദ്യകള് കാമാഖ്യ ശക്തിപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാണ് മഹാദേവൻ. കാമാഖ്യ ഭഗവതി സ്വയം ആദിശക്തിയാണ്, സനാതനിയായിരിക്കുന്ന കാളികാ ദേവിയാണ്. ആ ദേവിയുടെ പാർശ്വങ്ങളിലായിട്ട് മറ്റ് നവവിദ്യകൾ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ സർവ്വവിദ്യാത്മികയായിരിക്കുന്ന കാളി കാമാഖ്യ രൂപിണിയാണ്. ഈ ശക്തിപീഠത്തിലെ കാളിയെയും തന്റെ ദേവതയുടെയും പൂജ ചെയ്ത് ഭക്തിപൂർവ്വം ഇഷ്ടമന്ത്രം ജപിക്കുന്നവർക്ക് മന്ത്രം സിദ്ധമാകുന്നു. ഇപ്പൊ രക്തവസ്ത്രം അണിഞ്ഞവളും 3 ഘോര നേത്രങ്ങളോടുകൂടി ഉജ്ജ്വലിക്കുന്നവളും ചതുർഭുജയും ഭീമദംഷ്ട്രയും പ്രളയകാലമേഘത്തിന്റെ ശോഭയോടുകൂടിയവളും മണിസിംഹാസനത്തിലോ സിംഹത്തിലോ ശവത്തിലോ കമലത്തിലോ ഇരിക്കുന്നവളും ആ ഒരു ലലന ജിഹ്വയോട് കൂടിയവളും മഹാഘോരയും കനകകിരീടത്തിന്റെ ആ അനർഘമായിരിക്കുന്ന രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളുടെ ശോഭയാൽ ഉജ്ജ്വലിക്കുന്നവളും ജഗദ്ധാത്രിയും പരമേശാനിയുമായിരിക്കുന്ന കാമാഖ്യ രൂപത്തിലുള്ള കാളികയെ ധ്യാനിക്കണം. അപ്പൊ ഇതില് ദേവി കുറച്ചു പേരുടെ പുറത്ത് ഇരിക്കുന്നതായിട്ട് പറയുന്നു. അതും നമ്മൾ അറിയണം. കാരണം സിംഹം കണ്ടു, ശവം കണ്ടു, ഇല്ല, ഇതൊക്കെ ആരാണ്? ദേവി ഇരിക്കുന്നവരാരാണ്? നമ്മള് എങ്ങനെയാണോ ലളിതാ ത്രിപുര സുന്ദരി പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവനായിരിക്കുന്ന പീഠത്തിലിരിക്കുന്ന ദേവി, അവര് പഞ്ചബ്രഹ്മങ്ങളാണ്. പഞ്ചപ്രേത മഞ്ചാസന സ്ഥിത എന്നും പറയുന്നുണ്ട്. അവർക്ക് ദേവിയുടെ ശക്തി ഇല്ലെങ്കിൽ അവര് പ്രേതങ്ങളായിട്ട് ഇരിക്കുകയാണ്, ഇല്ലേ? അവർക്ക് ദേവിയുടെ ശക്തി വരുമ്പോ അവര് പഞ്ചബ്രഹ്മങ്ങളായിട്ടിരുന്നു. അതുപോലെ ഇവിടെ കാമാഖ്യ ദേവിയായിരിക്കുന്ന കാളികാ ദേവി ഒരു പീഠം പറയുന്നുണ്ട്. ആ പീഠം എന്താണ്? അതിലിരിക്കുന്ന ആ കാണുന്ന സിംഹം വിഷ്ണു സ്വരൂപമാണ്. ശവം എന്ന് പറഞ്ഞാല് ശിവസ്വരൂപമാണ്. കമലം എന്ന് പറഞ്ഞാൽ താമര ബ്രഹ്മസ്വരൂപമാണ്. എല്ലാ കാമാഖ്യയുടെ പടത്തിലും കാണാം ഈ 3 ചിഹ്നങ്ങള്, ഇല്ലേ? നമ്മളെ ഇങ്ങനെ ത്രിപുരസുന്ദരിയുടെ ഈ രൂപം പോലെ തന്നെ ദേവിയുടെ ആ സ്വരൂപം ഇങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം ഓരോന്നും ഓരോ എന്താ പറയുക സിമ്പൽ എന്ന് പറയില്ലേ, അതുപോലെ സിംഹം വിഷ്ണുവിനെ കാണിക്കുന്നു, ശവം ശിവനെ കാണിക്കുന്നു, കമലം ബ്രഹ്മാവിനെ കാണിക്കുന്നു. അപ്പൊ കാമാഖ്യയായിരിക്കുന്ന കാളിയുടെ വാമഭാഗത്ത് താര, ദക്ഷിണ ഭാഗത്ത് ഭുവനേശ്വരി, അഗ്നികോണില് ഷോഡശി, നിര്യതി കോണില് ഭൈരവി, വായുകോണില് ചിന്നമസ്ത, പുറകുഭാഗത്ത് ബഗളാമുഖി, ഈശാന കോണില് ത്രിപുരസുന്ദരി, മുകളില് മാതങ്കി, യാമ്യകോണില് ധൂമാവതി. ഇങ്ങനെയാണ് ദശമഹാവിദ്യകള് കാമാഖ്യ ക്ഷേത്രത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു പീഠത്തിൽ ചുറ്റുമായിട്ടിരിക്കുന്നു. അപ്പൊ നാരദ കാളികാ ഭഗവതിയുടെ ആ അടിഭാഗത്ത് ഭസ്മാചലമയനായിട്ട് ഭഗവാൻ രുദ്രൻ നിലകൊള്ളുന്നു. ഞാനാണ്
ദേവിയുടെ അടിയില് ഭസ്മാചല രൂപം എന്ന് പറഞ്ഞാൽ ഭസ്മം ധരിച്ച് ശവം പോലെ കിടക്കുന്ന ആള് ഞാൻ തന്നെയാണ്, രുദ്രനാണെന്ന് ഭഗവാൻ പറയാ. അപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇല്ലേ, ഈ 3 പേരും ഇവിടെ ഉണ്ട്. ദേവന്മാര് സകല ശക്തികളോടും കൂടി ആ പീഠത്തിലെ കാമാഖ്യയില് സദാ സന്നിഹിതരായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ കാമാഖ്യയുടെ ഒരു പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് ഈ ദശമഹാവിദ്യകള് ലോകത്ത് അത്യന്തം ദുർലഭമാണ്. ഇവർ 6 ആംനായങ്ങളിലും നമസ്കരിക്കപ്പെടുന്നവരാണ്. ആംനായങ്ങൾ എന്ന് പറഞ്ഞാൽ 6 വിദ്യകള്. ദേവിയുടെ ശ്രീചക്രത്തിന്റെ ആംനായങ്ങൾ പറയാം ഇല്ലേ, 4 ആംനായങ്ങളും ഊർധ്വവും അധോവും മുഖവും. ഏത് ആംനായത്തിലും ദശമഹാവിദ്യകളുണ്ട്. അപ്പോ എവിടെയും ഇവരെ നമസ്കരിക്കാം. ത്രിലോകങ്ങളിലും ആ ഒരു ദശവിദ്യകളെക്കാളും ശ്രേഷ്ഠരായിരിക്കുന്ന പരമവിദ്യ ഈ വേറെ ദുർലഭമാണ്, ഇവരല്ലാതെ ഇല്ല. അപ്പൊ ആ വിദ്യ എന്ന് ഈ വിദ്യ എന്താണ്? സുഖപ്രദവും മോക്ഷപ്രദവും ക്ലേശരഹിതമായിട്ട് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ വഴി എന്ന് അർത്ഥമുണ്ട് അല്ലെ. എന്തറിയുന്നത് കൊണ്ടാണോ ക്ലേശരഹിതമായിട്ട് ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്ന ആ വഴിയാണിത്. ഈ വിദ്യമാരുടെ കാര്യത്തില് സിദ്ധം അസിദ്ധം എന്നുള്ള വിചാരത്തിന്റെ ആവശ്യമില്ല. കാരണം നക്ഷത്രാദികളെ കുറിച്ചോ കാലശോധനയെ കുറിച്ചുള്ളതോ ശത്രുമിത്രാദി ദോഷങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. കാരണം ഈ സമസ്ത മഹാവിദ്യമാരും സിദ്ധ്യവിദ്യകളാണ്. കാരണം ഇവര് വന്നിരിക്കുന്നത് യുഗസേവ പരിശ്രമം ആവശ്യമില്ല. ഇവര് വന്നിരിക്കുന്നത് എന്തിനാ? പ്രപഞ്ചത്തെ സേവിക്കാനാണ്. ഇതില് ദുഃഖ സാധ്യമായിട്ട് ഒന്നുമില്ല. ഇതില് ഏത് ദേവിയെ എടുത്ത് ഉപാസിച്ചാലും അവര് ദുഃഖം തരില്ല. കാരണം ദുഃഖം കാണില്ല. കാരണം പൂർവ്വകാലത്ത് പരമാവിദ്യയായിരിക്കുന്ന കാളി 4 പ്രകാരത്തിൽ അറിയപ്പെടും. അതേ കാളി തന്നെയാണ് ലക്ഷ്മി ബീജത്വം ലക്ഷ്മി ബീജാദികളെ ഭേദത്തോടുകൂടി ഇഹലോകത്തില് പഞ്ചമി. പഞ്ചമി ആരാണ്? വാരാഹി തത്വമാണ് അല്ലെ പഞ്ചമി. ഇവരെല്ലാം തന്നെ പല പല രൂപം എടുത്തിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കണം. ഏകാക്ഷരി മഹാവിദ്യ മുമ്പ് വീര്യഹീനയായിട്ട് ത്രയക്ഷരി ഭുവനേശ്വരി വിദ്യ ആണ് മഹാവിദ്യ എന്ന് വിളിക്കുന്നത്. ത്രയക്ഷരി വിദ്യ നമുക്കറിയാം, ബാലാമന്ത്രം അല്ലെ. അപ്പൊ അത് ത്രിപുര ഭൈരവിയുടെ മന്ത്രമാണ്. ഇതെല്ലാം കാലാന്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാളി, നീല, മഹാദുർഗ, ത്വരിത, ചിന്നമസ്ത, വാഗ്വാദിനി, അന്നപൂർണ, പ്രത്യങ്കര, കാമാഖ്യ, വശിനി, ബാല, മാതങ്കി, ശൈലവാസിനി എന്നിത്യാദി സകല വിദ്യകളും പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാലാവിദ്യയെ ലഘു ശ്രീവിദ്യ എന്ന് പറയുന്നത്. ബാല ചെറിയ കാര്യമല്ല. ബാല എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയുടെ ചെറിയ ഫോം എന്ന കൊച്ചുകുട്ടി അല്ലെ, 3, 6, 9 വയസ്സുള്ള ബാല. ആ ബാലയും ഈ പറഞ്ഞ 15 അക്ഷരം 16 അക്ഷരമുള്ള ശ്രീവിദ്യയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ തന്ത്രസാരം അനുസരിച്ച് കാളി, നീല, മഹാദുർഗ, ത്വരിത, ചിന്നമസ്ത, ഭാഗ്വാദിനി, അന്നപൂർണ, പ്രത്യങ്കര, കാമാഖ്യ, ബാല, മാതങ്കി, ശൈലവാസിനി അല്ലെ, എല്ലാ വിദ്യകളും കലിയുഗത്തില് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുന്നവരാണ്. ഇതിൽ ഏതെടുത്ത് ജപിച്ചാലും പൂർണ്ണ ഫലം. പ്രത്യേകിച്ച് കലിയുഗം എടുത്തു പറയാൻ കാരണം എന്താ? കലിയുടെ കൽമഷങ്ങള് സാധകരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും ഇല്ലേ. അപ്പൊ ഈ മഹാവിദ്യകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഗുരുമുഖത്തിൽ നിന്ന് പരമ്പരയായിട്ട് കിട്ടുന്നവൻ പുണ്യം ചെയ്തവരാണ്. അവർക്ക് എന്താ? ആ ഉപാസകരെ കലിദോഷത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക. അതുകൊണ്ടാണ് പലർക്കും ഇത് കലിദോഷം ബാധിക്കാനുള്ളവർക്ക്, അവരുടെ കർമ്മങ്ങൾ തീരാത്തവർക്ക് ഈ മന്ത്രം കൊടുക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ഈ മന്ത്രത്തെ ഉപേക്ഷിച്ചു പോകും. മന്ത്രം അവരിൽ നിൽക്കില്ല. കാരണം അവര് പൂർണ്ണമായിട്ട് ഈ മന്ത്രത്തെ ഉൾക്കൊള്ളാനുള്ള ശുദ്ധത കൈവന്നിട്ടില്ല എന്നർത്ഥം. ഈ മന്ത്രം ജപിക്കുന്ന എന്താ? മനനാൽ ത്രായതേ ഇത് മന്ത്ര. മന്ത്രം അകത്തുള്ള സംഭവമാണ്. ഇത് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അകത്ത് നിറച്ച് അഴുക്ക് പിടിച്ച ഒരു കൂട വെച്ചിട്ട് സൂക്ഷ്മ ശരീരം ശുദ്ധമല്ലാതിരിക്കുന്നവർക്ക് ഈ മന്ത്രം എങ്ങനെ ജപിക്കാൻ പറ്റും? അവർക്ക് വേറെ പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇനി ദശമഹാവിദ്യകളെ കുറിച്ച് ദശ അവതാരങ്ങളായിട്ട് പറയുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ ദശ അവതാര മൂർത്തികളായിട്ട് ദശമഹാവിദ്യയെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. കാരണം മുണ്ടമാല തന്ത്രത്തിലും തോടല തന്ത്രത്തിലും മഹാവിദ്യകളെ ദശാവതാര സ്വരൂപമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്ണു രൂപമാണ്. വ്യാപ്നോതി വിഷ്ണു. പുരുഷ രൂപം എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ അല്ലെ. ഒരു സ്ത്രീയും ഒരു പുരുഷനും. അപ്പൊ ഈ ലളിതാ ത്രിപുര സുന്ദരി ആരാണ്? വിഷ്ണു രൂപിണിയാണ്. അമ്മേ നാരായണ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ പുരുഷ രൂപം ഒരാളേ ഉള്ളൂ, മഹേശ്വരൻ. അപ്പൊ പ്രകൃതി ഭേദങ്ങൾ വേണ്ട. പ്രകൃതിക്ക് 10 ഭേദങ്ങൾ പറയപ്പെടുന്നുണ്ട്. കൃഷ്ണരൂപം, കാരണം ഈ പറയുന്ന എന്താ പറയാ അവതാരമൂർത്തികളായി വിഷ്ണുവിന്റെ അവതാരമൂർത്തികളായിരിക്കുന്ന കൃഷ്ണരൂപം കാളിയായിട്ട്, രാമരൂപം താരിണിയായിട്ട്, ഭവതാരിണി. ഭവതാരിണി എന്ന് പറഞ്ഞാൽ ആരാ? താര. കൂർമ്മ അവതാരം കൂർമ്മമൂർത്തിയായിട്ട് ബഗളാമുഖി, മത്സ്യമൂർത്തിയായിട്ട് ധൂമാവതി, നരസിംഹമൂർത്തിയായിട്ട് ചിന്നമസ്ത,
വരാഹമൂർത്തിയായിട്ട് ഭൈരവി, പരശുരാമൻ ലളിതാ ത്രിപുരസുന്ദരി, വാമനൻ ഭുവനേശ്വരി, ബുദ്ധൻ കമല, കൽക്കി ദുർഗ. അതുകൊണ്ടാണ് ദുർഗയ്ക്ക് ഇത്രയും പ്രാധാന്യം അല്ലെ. ദുർഗാ സപ്തശതി ഇപ്പൊ നമ്മള് ദുർഗയുടെ ഭാവത്തിൽ മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി, സമ്പൂർണ്ണ ദുർഗാ പരമേശ്വരി എന്ന് പറയുന്നത്. ഇവര് എന്താ പറയാ, സ്വയം ഭഗവാൻ കൃഷ്ണൻ, ഭഗവതി, കാളി ഇല്ലേ. കൃഷ്ണൻ തന്നെയാണ് കാളി, കാളി തന്നെയാണ് കൃഷ്ണൻ. അപ്പോ ഗോപാലസുന്ദരി, അപ്പോ കാളി തന്നെയാണ് കൃഷ്ണരൂപത്തില് ഗോകുലത്തിൽ പിറക്കുന്നത്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. അപ്പൊ താരാദേവി നീലരൂപം അല്ലെ, അതിന് മത്സ്യമൂർത്തിയായിട്ട് ബഗളാദേവി, കൂർമ്മമൂർത്തിയായിട്ടും ധൂമാവതി വരാഹമൂർത്തി, ചിന്നമസ്ത നരസിംഹമൂർത്തി, ഭുവനേശ്വരി വാമനമൂർത്തി, മാതങ്കി ശ്രീരാമമൂർത്തി, ത്രിപുരസുന്ദരി പരശുരാമമൂർത്തി, ഭൈരവി ബലരാമമൂർത്തി. ഇങ്ങനെ എന്താ പറയാ എന്താ പറയാ ദശാവതാരം ഈ പറയുന്ന ദേവികളുമായിട്ട് മഹാലക്ഷ്മി, അതായത് ബുദ്ധമൂർത്തി, ദുർഗ, കൽക്കി, ഇതെല്ലാം ഓരോ പുരാണത്തില് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം എന്താ പറയാ വിഷ്ണുവിന്റെ അവതാരങ്ങളുടെ എല്ലാ സ്ത്രീ സ്വരൂപങ്ങളെ ദശമഹാവിദ്യകളായിട്ട് പറയാറുണ്ട്. ഭഗവതി കാളി കൃഷ്ണമൂർത്തിയാണെന്ന് ഒരുപാട് തന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. കാളിയും കൃഷ്ണനും രണ്ടല്ല. കാരണം ക്ലീം എന്ന് പറയുന്ന ബീജാക്ഷരം കാളിക്കും കൃഷ്ണനും ഒന്നാണ്, രണ്ടല്ല. ഈ ദശമഹാവിദ്യകളുടെ ഉപാസനകള് മഹാദേവനാണ് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ ദശമഹാവിദ്യകൾക്കെല്ലാം തന്നെ ഭർത്താവ്, പതിയായിട്ട് ശിവനുണ്ട്. ഓരോ രൂപത്തിൽ തന്നെയാണ് ശിവൻ ഇരിക്കുന്നത്. ഓരോ മഹാവിദ്യക്കും പതിഭാവത്തില് ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. ഓരോ മഹാവിദ്യയുടെയും ദക്ഷിണ ഭാഗത്ത് വിദ്യാപതിയായിട്ട് നമ്മൾ ആദ്യം മഹാവിദ്യയെ ആരാധിക്കുമ്പോൾ ഭർത്താവായിരിക്കുന്ന വിദ്യാപതിയായിരിക്കുന്ന ആ ശിവനെയും ആരാധിക്കണം, ജപിക്കണം എന്ന് വിധിയുണ്ട്. അപ്പൊ മഹാകാളിക്ക് മഹാകാലൻ അല്ലെ, താരയ്ക്ക് അക്ഷോഭ്യൻ, മഹാത്രിപുര സുന്ദരിക്ക് പഞ്ചവക്രനായിരിക്കുന്ന ശിവൻ കാമേശ്വരൻ, ഭുവനേശ്വരിക്ക് ത്രയംബകൻ, ത്രിപുര ഭൈരവിക്ക് ദക്ഷിണാമൂർത്തി, ചിന്നമസ്തയ്ക്ക് കബന്ധൻ, ബഗളാമുഖിക്ക് ഏകവക്രനായിരിക്കുന്ന മഹാരുദ്രൻ, മാതങ്കിക്ക് മതങ്കൻ, കമലയ്ക്ക് വിഷ്ണുരൂപനായിരിക്കുന്ന സദാശിവൻ. അപ്പൊ ഇങ്ങനെ പതിഭാവത്തിലെ പരമേശ്വരൻ ഈ പറയുന്ന 10 ദേവികൾക്കും കൂടെ അതിന്റെ പതിഭാവത്തില് ശിവൻ തന്നെയാണ് കാണപ്പെടുന്നത്. ധൂമാവതി ദേവി വിധവയായതുകൊണ്ട് പതിരഹിതനാണ് അല്ലെ, പതിരഹിതയാണ്. ദേവി ശിവനെ വിഴുങ്ങിയെന്നും അതിനൊക്കെ ഒരുപാട് ആന്തരിക അർത്ഥമുണ്ട്. നമ്മുടെ കർമ്മങ്ങള്, ഈ പ്രപഞ്ചം, ശരീരത്തെ എല്ലാം വിഴുങ്ങിയതാണ് ശിവനെ വിഴുങ്ങുക എന്ന് പറയുന്നത്. കാരണം ആ നാമരൂപങ്ങളിൽ നിന്നുള്ള മുക്തി പൂർണ്ണമായിരിക്കുന്ന ശിവസ്വരൂപമായിട്ട് തീർന്നതാണ് വിധവയായിരിക്കുന്ന ധൂമാവതി. ഏറ്റവും ഉയർന്ന ആരാധനയാണ് ധൂമാവതി. ഇവിടെ ആ അമ്മയെ വിധവയായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ ഭർത്താവിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ഈ എല്ലാ ഗ്രന്ഥങ്ങളിലും ശിവനും ശക്തിയും എവിടെ ഉണ്ടെങ്കിലും അവര് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. എന്താ പറയാ, അവര് രണ്ടുപേരും രണ്ടല്ല, ഒന്നിന്റെ തന്നെയാണ്. ഒന്നിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് കാളീകുലം, ശ്രീകുലം, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രീവിദ്യ ഉപാസകരുടെ സമ്പ്രദായത്തെ ശ്രീകുലം എന്നും കാളിയെ ഉപാസിക്കുന്നവരുടെ ആ ഒരു എന്താ പറയാ വഴിയെ കാളീകുലം എന്ന് രണ്ടായിട്ടാണ് ഈ ഭാരതത്തിൽ വിഭജിച്ചിരിക്കുന്നത്. ദേവിയുടെ സഗുണ സ്വരൂപം അത് പരിഗണിക്കുമ്പോൾ ഗുണത്തിന്റെയും സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ ദശമഹാവിദ്യമാരെ ശ്രീകുലം, കാളീകുലം എന്ന് 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുണത്തിന്റെ, അവരുടെ സ്വഭാവത്തിന്റെ. കാളീകുലത്തില് ആരൊക്കെയാ വരുന്നത്? കാളി, ഉഗ്രമൂർത്തികളാണ് കാളീകുലത്തിൽ വരുന്നത്. കാളി, താര, ചിന്നമസ്ത, ഭുവനേശ്വരി എന്നിരിക്കുന്ന ഈ ദേവിമാരെല്ലാം തന്നെ എന്താ പറയാ കാളീകുലം ഉള്ള ആൾക്കാരാണ്. ഭുവനേശ്വരി പോലും അതിലാ വരുന്നത്. ഇനി ശ്രീകുലത്തിൽ ആരൊക്കെയാണ്? ശ്രീകുലത്തിൽ വരുന്നവര് ഷോഡശി, ത്രിപുരസുന്ദരി, ത്രിപുര ഭൈരവി, ധൂമാവതി, ബഗളാമുഖി, മാതങ്കി, കമല. ഇവരൊക്കെയാണ് എന്താ പറയാ സുന്ദരി കുലത്തിൽ വരുന്നത്. അപ്പൊ ഈ ദേവിമാരെ രണ്ടായിട്ട് തരംതിരിക്കാൻ കാരണം എന്താ? ഉഗ്രമൂർത്തികളെന്നും സൗമ്യമൂർത്തികളെന്നും ഇവരെ പറയാറുണ്ട്. മഹാവിദ്യമാരെ സൗമ്യോഗ്ര, ഉഗ്ര, ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ കാളീകുലത്തിലെ ദേവതമാരെല്ലാം തന്നെ എന്താണ്? ഭയങ്കര ഉഗ്രമൂർത്തികളാണ് അല്ലെ, ഘോര രൂപിണികളാണ്. ശ്രീകുലത്തിലെ ദേവതമാര് സൗമ്യരും സൗന്ദര്യവതികളും എന്നാണ് സാധാരണ പറയുന്നത്. അപ്പൊ കാളീകുലത്തിലെ ഭുവനേശ്വരിയും ശ്രീകുലത്തിലെ ത്രിപുര ഭൈരവിയും ധൂമാവതിയും ബഗളാമുഖിയും സൗമ്യ ഉഗ്രകളായിട്ട് പറയാറുണ്ട്. കാരണം ഇതില് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ കാളീകുലത്തിൽ തന്നെ എന്താ ത്രിപുര ഭൈരവിയെ പറയാനുണ്ട്. ഇവരെ എന്താ പറയാ ഒരു മിഡിൽ, അതായത് സൗമ്യവുമാണ് ഉഗ്രവുമാണെന്ന് പറയുന്നത്. ശ്രീകുലത്തിലെ വിദ്യമാര് അത്യന്തം ശാന്തരാണ്, സൗന്ദര്യമാണ്, അവര് നല്ല സുന്ദരികളായിട്ടിരിക്കും അല്ലെ.
എന്താ ധൂമാവതി ദേവി വിരൂപയാണെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം ധൂമാവതി ദേവിയെ നമ്മുടെ വിരൂപമായിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തോടുള്ള ബന്ധം, ഈ ശരീര വസ്തുക്കളിലുള്ള ആവേശം, വിധവയായിരിക്കുന്ന ധൂമാവതി ദേവിയുടെ ആ ഒരു കൊടിച്ചിഹ്നം കാക്കയാണ് അല്ലേ? നമ്മൾ ബലി കൊടുക്കുക. കാക്ക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബലി സ്വരൂപം അല്ലെ, പിതൃക്കൾക്ക് ബലി കൊടുക്കുക. അപ്പൊ കാക്കയുടെ ചിഹ്നത്തോടു കൂടി ഒരു വിധവയായിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുന്ന ആളാണ് ധൂമാവതി. എന്തുകൊണ്ടാ? ഈ മനസ്സിന്റെ വിവിധ തലങ്ങളെയാണ് കാണിക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ശരീരവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഈ പറയുന്ന പ്രപഞ്ചവും നാമരൂപങ്ങളും എല്ലാം തന്നെ സത്യമല്ല. കാക്ക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക അല്ലെ? ശ്രദ്ധിച്ച് നിത്യാനിത്യ വിവേകത്തോടുകൂടി നമ്മള് വിധവ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് അല്ലെ, പതിയെ വിഴുങ്ങിയ ആളാണ്. ഭർത്താവ് തന്റെ ഉള്ളിലുണ്ടെന്ന് അറിയാം. ശിവനെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ ദേവിയുടെ ഉള്ളിൽ, സാധാരണ ശിവന്റെ ഉള്ളിലാ ദേവി. ഭഗവാൻ ശാംഭവിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശംഭു തന്റെ ഉള്ളില് ദേവിയെ കണ്ടോണ്ട് തപസ് ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ്. ശിവൻ അല്ലെ, തന്റെ ഉള്ളിൽ ദേവിയെ കണ്ടുകൊണ്ടാണ് ശാംഭവി രൂപത്തിലാണ് ഹിമാലയത്തിന്റെ ആ പ്രാന്തപ്രദേശത്ത് അദ്ദേഹം ഉഗ്ര തപസ് ചെയ്തത് ദക്ഷിണാമൂർത്തിയായിട്ട്. അപ്പൊ വെളിയിലല്ല, അദ്ദേഹം പകുതി കണ്ണടച്ച് തന്റെ സ്വരൂപത്തില് ശക്തിയാണ് തന്റെ സ്വരൂപം എന്നറിഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന രൂപം. അപ്പൊ ഇവിടെ എന്താ? ഈ തിരിച്ച് ശിവനെ ശക്തിയുടെ ഉള്ളിലായി. അപ്പോ പ്രപഞ്ചബോധത്തില് കുരുങ്ങിക്കിടക്കുന്ന ഈ കംപ്ലീറ്റ് പ്രപഞ്ചവും ഈ ശരീരവും എന്റേതാണ്, ഞാനാണെന്ന് ചിന്തിക്കുന്നവരെ പൂർണ്ണമായിട്ട് ആ ഒരു ബോധത്തെ ഇല്ലാതാക്കുന്ന രൂപമാണ് ധൂമാവതി. ധൂമാവതി തത്വം വളരെ വളരെ ഉയർന്ന തത്വമാണ്. അപ്പോ ഈ ഈ ഉഗ്രരൂപം എന്തിനാണ് മഹാവിദ്യമാരെല്ലാം ഇങ്ങനെ ഓരോ രൂപം ധരിച്ചിരിക്കുന്നത്? അത് സാധകർക്ക് നേരെ അല്ല, ശത്രുക്കൾക്ക് നേരെയാണ്. നമ്മളെ എന്തൊക്കെ ശത്രുക്കളാണ് ഈ പ്രപഞ്ചത്തിൽ പിടികൂടുന്ന ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അമ്മ പുഷ്പബാണങ്ങളും അങ്കുശവും പാശവും സൗമ്യ രൂപയാണ് അല്ലെ ലളിതാ ത്രിപുര സുന്ദരി, അതീവ സുന്ദരിയാണ്. അമ്മ പോലും എന്തിനാണ് ആയുധങ്ങൾ വെച്ചിരിക്കുന്നത്? അത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ, തന്റെ മക്കളെ, എന്താ പറയാ, ആ സാധകരെ, ശരിക്കും പറഞ്ഞാല് സാധകരെ ഉപദ്രവിക്കുന്ന, തന്റെ സാധനാ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് മുക്തി കൊടുക്കാത്ത ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ആയുധങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അവരുടെ ഉഗ്ര രൂപവും അതിന് തന്നെയാണ്. എത്ര കാളി എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിനിയാണ്. ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ആള് ചിരിച്ച് സൗന്ദര്യത്തോടൊക്കെ ഇരിക്കും അല്ലെ? അമ്മ നിഷ്കളമാണ്. ഈ പറഞ്ഞ പരാപശ്യന്തി മധ്യമ എല്ലാം കടന്നു നിൽക്കുന്ന ആ ഒരു പരാരൂപമാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് ത്രിഗുണത്തിലോട്ട് വരാൻ പറ്റില്ല, വളരെ വളരെ താമസിക്കും. നമ്മള് എത്ര കർമ്മങ്ങൾ ചെയ്ത് ഇതെല്ലാം പൂർണ്ണ ശുദ്ധമായെങ്കിൽ മാത്രമേ ലളിതാ ത്രിപുര സുന്ദരിയെ അടയാൻ പറ്റൂ. അതേസമയം കാളിയുടെ ഉഗ്രരൂപം ഭയന്ന് നമ്മള് കാളിയുടെ അടുത്ത് പോവില്ല. പക്ഷെ അമ്മയോ ക്ഷിപ്രപ്രസാദിനിയാണ്. ആ ഭയത്തെ മാറ്റി വെച്ചുകൊണ്ട്, അതല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസര് കാളി ഉപാസനയിലൂടെ എത്രയും പെട്ടെന്ന് ആ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ മുക്തി കിട്ടിയത്. അതുപോലെ ഈ ഉഗ്രമായിട്ട് നിൽക്കുന്നത് നമ്മളെ പേടിപ്പിക്കാനോ അങ്ങനെ ഒരു രൂപം സ്വീകരിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടല്ല. നമ്മുടെ എത്രത്തോളം വലുതാണ് നമ്മുടെ ശത്രുക്കൾ, നമ്മൾ എത്രത്തോളം ഈ പ്രപഞ്ചത്തില്, ഈ മായയില്, സംസാര ബന്ധത്തില്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ കുരുങ്ങി കിടക്കുന്നു, അതിനെ എത്രയും പെട്ടെന്ന് അമ്മയുടെ ഖഡ്ഗം, കാളിയുടെ കയ്യിലിരിക്കുന്ന ഖഡ്ഗം അല്ലെ, നന്തകം, വാൾ, എന്താണ്? അതിലൊരു കണ്ണുണ്ട്. ആ കണ്ണിനെയാണ് നമ്മൾ ജ്ഞാനം, മൂന്നാമത്തെ കണ്ണിനെ തുറക്കുന്ന വാളാണത്. എല്ലാത്തിനെയും പാശവിച്ഛേദനം ചെയ്തുകൊണ്ട് ആ പശുപതിയായിരിക്കുന്ന ഭഗവാനില് പശുക്കളായ നമ്മളെ ആ പാശത്തെ എല്ലാം ഇല്ലാതാക്കി പതിയിൽ എത്തിച്ചേർക്കുന്ന ദേവിയാണ് കാളി ദേവി. അതുകൊണ്ടാണ് നിർഗുണനായിരിക്കുന്ന ശവസമാനമായിരിക്കുന്ന ആ ശിവന്റെ ആ പുറത്ത് തന്റെ കാല് ചവിട്ടി നിൽക്കുന്നത്. കാരണം എല്ലാം ശവസ്വരൂപം, ശ്മശാനവാസിനിയാണ് അമ്മ അല്ലെ? അവിടെ ഇരുന്നു കൊണ്ട് ആ എല്ലാം ഇത്രയേ ഉള്ളൂ, ചാരമാണ് എല്ലാം, ഇവിടെ കാണുന്ന ഒന്നും സത്യമല്ല, ശിവൻ ഇരിക്കുന്ന ശ്മശാനത്തിലാണ്. ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് 51 അക്ഷരമാണ് ഈ പ്രപഞ്ചം. എന്റെ കഴുത്തിൽ കിടക്കുന്ന മുണ്ടമാല 51 അക്ഷരമാകുന്ന മാലയാണ് കാളിദേവി ദിക്ക് അമ്പരമായിട്ട് ധരിച്ചുകൊണ്ട് ഉഗ്ര രൂപത്തിൽ നിൽക്കുന്ന. എന്താ? നമ്മൾ അത്രയും വലിയ ശത്രുക്കളിലാണ് ജന്മാന്തരങ്ങളായിട്ട് കുരുങ്ങി കിടക്കുന്നത്. അവയെ ഇല്ലാതാക്കാനാണ് അമ്മ ഈ 10 രൂപങ്ങളും ധരിച്ചിരിക്കുന്നത്, കാളി ഉൾപ്പെടെ. അപ്പൊ ശത്രുക്കൾക്ക് നേരെയാണ് പരമാർത്ഥത്തില് 10 വിദ്യമാരും സാധകരെ ബന്ധിക്കുന്ന സകലതിനും നേർക്ക് ഉഗ്രവും സാധകർക്ക് സൗമ്യ രൂപവുമായിട്ട് ഭവിക്കുന്നു. അപ്പൊ എന്താ? ഈ ദശമഹാവിദ്യകളെ നമ്മൾ ബേസിക് തത്വം മനസ്സിലാക്കാതെ നമ്മൾ ഇതിൽ ഒരു വിദ്യ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് ദശമഹാവിദ്യകൾ ആരാണ്, ദശമഹാവിദ്യകളുടെ തത്വം എന്താണ്? ഈ 10 വിദ്യകൾക്കും 10 തത്വങ്ങളുണ്ട്. അത് എന്താ പറയാ, ഇനി ഒരിക്കൽ നമുക്ക്, ഇനിയിപ്പൊ നാളെ ഭുവനേശ്വരി തത്വം, ഇപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്
ഭുവനേശ്വരി തത്വത്തിലേക്ക് കയറാൻ പറ്റൂ. ഈ ഭുവനേശ്വരി മഹാവിദ്യ എങ്ങനെയാണ് സാധകരെ സംരക്ഷിക്കുന്നത്, അവരുടെ സംസാര ബന്ധത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് നമുക്ക് നാളെ ഭുവനേശ്വരി ദേവി തത്വത്തിലൂടെ, ഭുവനേശ്വരി ദേവി സാധന എന്താണ്, ക്രീംകാരം എന്ന് പറയുന്ന മായാബീജത്തിന്റെ പ്രാധാന്യം എന്ത്, എല്ലാം അറിഞ്ഞ് നമുക്കും ഈ പറയുന്ന സംസാര ബന്ധത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഈശ്വരീയ ജഗദീശ്വരിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരിയും ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.